വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كل نفس ذائقة الموت فإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ പോരായ്മകൾ കാരുണ്യവാനായ അല്ലാഹു നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ചില കോളുകളും ചില മെസ്സേജുകളും വരാൻ തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് അന്നേരം എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ പത്തപ്പിരിയം വാദപ്രതിവാദം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ബൈലക്സിൽ ക്ലാസ് റൂമിൽ കയറാൻ എത്തിയത് കുറച്ച് വൈകിട്ടാണ്. സുഖമില്ലാതെ പനി പിടിച്ച് ഡോക്ടറെ അടുത്ത് പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ കുറച്ച് വൈകി. അന്നേരം ക്ലാസ് റൂമിൽ കയറാൻ പറ്റിയില്ല, ക്ലാസ് ഫുള്ളായതുകൊണ്ട്. പിന്നെ അലിസ്ലാഹ് റേഡിയോ തുറന്നു വെച്ചു, കുറച്ച് കേട്ട അതിന്റെ സിഗ്നൽ കട്ടായതോടുകൂടി കേൾക്കാൻ പറ്റാതെ വന്നപ്പോൾ 2 റക്അത്ത് ഉറങ്ങി. അത് കഴിഞ്ഞതോട് കൂടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ മൊബൈൽ സൈലന്റ് ആക്കി വെച്ചിരുന്നു. ആ മൊബൈലിലേക്ക് ഒരുപാട് മിസ് കോൾ കണ്ടു. ഓരോരുത്തരായിട്ട് തിരിച്ച് വിളിച്ചപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു, നസീറുദ്ദീൻ റഹ്മാനി അപ്പുറത്തേക്ക് പോയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. സ്റ്റേജിലിരിക്കുന്ന കണ്ടോ? ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ആര് പോയാലും ആര് വന്നാലും ആദർശം ഉണ്ടോ, ആദർശത്തിൽ നിൽക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമോ ഏതെങ്കിലും വ്യക്തിക്ക് പ്രത്യേകതയോ ഈ ആദർശത്തിന്റെ വിഷയത്തിലെല്ലാം നമ്മൾ കൽപ്പിക്കേണ്ടതില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാനത് അന്വേഷിച്ചത്. അന്വേഷിച്ചതിന്റെ ഒരു ഏകദേശ വിവരം എനിക്ക് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ തിരൂരങ്ങാടിയിലുള്ള അബ്ദുറഹ്മാൻക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചില മെസ്സേജുകൾ പ്രചരിക്കുന്നുണ്ടല്ലോ, പിന്നെ കുറച്ച് ആളുകൾ നമ്മുടെ പണ്ഡിതന്മാര് ഇങ്ങനെ സംഘടനയിലേക്ക് കോക്കസിന്റെ കൂട്ടത്തിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും കണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അപ്പുറത്തോട്ട് മാറണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്നോടെങ്കിലും ഞാനൊന്ന് പറയണം. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കും സംശയമാണ്, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. സത്യത്തിൽ ഈ എന്താ പറയാ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയും. ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നു എന്നൊരു ചൊല്ലുണ്ട് സാധാരണ പറയുന്ന. ആദർശം കൈവിട്ടപ്പോ, ഹക്കിന്റെ മാർഗത്തിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചപ്പോ, വാദപ്രതിവാദത്തിൽ യഥാർത്ഥത്തിൽ ആദർശത്തോട് മാറ്റുരച്ചപ്പോഴുണ്ടായ വൻ പരാജയം മറച്ചുവെക്കാനും പ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും കൺഫ്യൂഷൻ ഉണ്ടാക്കാനും മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഉള്ളൊരു ഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രഹസ്യ ആദർശ വിശദീകരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രഹസ്യമാണ്. കാരണം പരസ്യമാക്കാൻ പറ്റുന്ന ആദർശമല്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാമിന്റെ ആദർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശം എന്നത് പരസ്യമായിട്ട് പറയുന്ന ആദർശമാണ്. രഹസ്യമായിട്ടൊരു ആദർശമില്ല. ഈ കോക്കസ് കൂട്ടര് രഹസ്യമായ വിശദീകരണ യോഗങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഒരല്പം ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്ത്രമാണ്, കുതന്ത്രമാണ്. കാരണം നേർക്ക് നേരെയാണ് എങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ രഹസ്യമായി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം പരസ്യമായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പൊ രഹസ്യ മീറ്റിംഗ് ഇപ്പോഴും തുടരുന്നതിന്റെ കാരണം ആദർശം പിടിവിട്ടു പോയി. നിലവിൽ പത്തപ്പിരിയത്ത് നടന്ന സംവാദത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വലിയ ഒരു ആള് എന്ന നിലക്ക് കണ്ടിരുന്ന ഒരു വ്യക്തി, ഒന്നുമല്ലാത്തൊരവസ്ഥ. എനിക്ക് അദ്ദേഹത്തോട് ഒരിക്കലും വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല. ഞാനിപ്പോഴും അദ്ദേഹം പറഞ്ഞു തന്ന ചില കാര്യങ്ങളിൽ
ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് തന്നെ ശരിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ്. കാരണം ആലപ്പുഴ ജില്ലയിൽ ചന്ദ്രൂരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഞാൻ പോയി കണ്ട സന്ദർഭത്തിൽ സുല്ലമുസലാം അറബി കോളേജിൽ വെച്ച് അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങിയാൽ അത് തുടങ്ങാൻ പെട്ടെന്ന് കഴിയും, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങളെ പറ്റി 2 മണിക്കൂർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ആ വിഷയത്തിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ അങ്ങേയറ്റം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ അധികാരവും അതുപോലെ തന്നെ കസേരയും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഇത്തരത്തിലൊരു കുടില തന്ത്രം ലോക ചരിത്രത്തിൽ എവിടെയും കേട്ടുകേൾവിയില്ലാത്തതാണ്. മുവഹിദുകളായ കറകളഞ്ഞ മുവഹിദുകളായ ആളുകളെ ശിർക്കാരോപിച്ചുകൊണ്ട് ഈ രൂപത്തിൽ അവഹേളിക്കുക എന്നത് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. അതുകൊണ്ടാണ് പത്തപ്പിരിയത്ത് നടന്ന സംവാദത്തിൽ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുപ്രചരണത്തിന്റെ ഭാഗമാണ്. ഒരു കാരണവശാലും ആദർശപരമായി ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുന്നു എന്ന് പ്രഖ്യാപിച്ച തെറ്റ് തിരുത്താത്തിടത്തോളം കാലം ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് പോകുന്ന പറ്റി ചിന്തിക്കാനേ പറ്റൂല. കാരണം അവർ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ, ആദർശപരമായി വന്ന പിഴവ് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കാരണം പഴയ കണ്ടീഷൻ 2012 മുമ്പുള്ള അതേ മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇത് തുടക്കത്തിൽ തന്നെ ഇത് പന്തികേടാണ് എന്ന് മനസ്സിലാക്കിയ കുറെ ആളുകളുണ്ട്. ഈ രഹസ്യ മീറ്റിങ്ങും ഇവർക്ക് അത് അറിയാവുന്ന ആളുകളെ കാലേ കൂട്ടി ഇവർ പല മേഖലയിലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റ് ചെയ്താണ് ഇവർ നീങ്ങിയത്. ഇപ്പൊ പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പള്ളിക്ക് സ്ഥലം വാങ്ങാൻ എന്ന വ്യാജേനയാണ് 2 ആളെ കോക്കസ് ഇവിടെ ഇറക്കുമതി ചെയ്തത്. ഒരുത്തന്റെ കാല് കുത്തിയപ്പോ ഞാൻ ഇവിടുത്തെ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞു, ഇത് നഹി കുട്ടിച്ചോറാക്കി തമ്മി തല്ലി കുടുംബ കലഹം വരെ ഉണ്ടാക്കിയിട്ടാണ് ഈ സാധനം ഇവിടുന്ന് പോകുള്ളൂ, സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രവർത്തകര് എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നീട് അൽഹംദുലില്ലാ കാര്യങ്ങൾ അവർക്ക് തിരിഞ്ഞതോടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി. 1,40,00,000 രൂപ പള്ളിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പിരിച്ചിട്ട് ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ലാതെ നിൽക്കുന്നു. ഇന്ന് എന്റെ മൊബൈലിലേക്കൊരു സഹോദരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്പര് എനിക്ക് പരിചയമുള്ള നമ്പരാണ്. ഫോൺ മാറിയത് കൊണ്ട് എനിക്ക് അയാളുടെ പേര് ഇതിൽ വന്നിട്ടില്ല. അദ്ദേഹം എഴുതിയിരിക്കുന്ന മെസ്സേജ് വളരെ രസകരമാണ്. ജിന്ന് മതം തകരുന്നതിനാൽ എന്താണ് ജിന്ന് മതം തകർന്നടിയുന്നുവോ, തങ്ങളുടെ വാദങ്ങൾക്ക് പ്രമാണം ഉദ്ധരിക്കാൻ കഴിയാതെ ജിന്നൂരിസം നിരാശയിലാണ്, കൂട്ടമായി തൗഹീദിലേക്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ കൂട്ടമായി തൗഹീദിലേക്ക് ഇങ്ങോട്ടാണ് വരേണ്ടത്. വഴിപഴച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതിന്റെ ഒരു അപ്പോസ്തലനാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. യഥാർത്ഥത്തിൽ മെസ്സേജ് അയച്ച ആളെ സംബന്ധിച്ചിടത്തോളം പള്ളി പണിയാൻ വേണ്ടി 4,50,000 രൂപ കയ്യിൽ നിന്ന് റെസിപ്റ്റിൽ പിരിവ് നടത്തിയിട്ട് 10 പൈസ അതിലേക്ക് കൊടുത്തിട്ടില്ല. കാശി ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് അത് ആൾക്കാരും തന്നിട്ടില്ല, റെസിപ്റ്റ് കൊടുത്തേ ഉള്ളൂ എന്നാണ്. ഇതാണ് ഇവരുടെ ജീവിത വിശുദ്ധി. ഈ വിശുദ്ധിയുള്ള ആളുകളാണ്, അവിശുദ്ധിയുടെ ആളുകളാണ് വിശുദ്ധി. തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് ഇത് പറയാനുള്ള യോഗ്യത പോലും അവർക്കില്ല. അവർക്കങ്ങനെ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാപഢ്യങ്ങൾ അവർ കാണിക്കുമായിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ 24-ാം തീയതി പെരുമ്പാവൂര് 3 പ്രാവശ്യം മുഖാമുഖം വെച്ചിട്ട് മാറ്റി. കാരണം ഇവിടെ മുഖാമുഖം വെക്കണമെങ്കിൽ ഈ പിഴിച്ച 1,40,00,000 രൂപയുടെ കാര്യത്തിനുള്ള തീരുമാനം ഉണ്ടാവാതെ ഇവിടുത്തെ മുഖാമുഖം വെക്കാൻ നാട്ടുകാർ സമ്മതിക്കൂല. 3 പ്രാവശ്യം മാറ്റി 4ാമത് കാഞ്ഞിരമുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. കാഞ്ഞിരമുറ്റത്ത് കൊണ്ടുപോയി വെച്ച് കുട്ടികൾ ആരൊക്കെയോ ചോദ്യം ചോദിച്ചപ്പോ അനസ് അവിടെ നിന്ന് വെല്ലുവിളിച്ചു എന്ന് പറയുന്നു. ഞാൻ കേട്ടില്ല, കേട്ടവർ പറഞ്ഞതാണ്. അനസ് വെല്ലുവിളിച്ചു പോലും, ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയുന്നപ്പോ ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പൊ എന്റെ അടുത്ത് എന്റെ സുഹൃത്ത് ചോദിച്ചു എന്നങ്ങനെ ചിരിക്കണേ? ഞാൻ പറഞ്ഞു ഓന്റെ കയ്യിലുള്ള ക്ലിപ്പുകളൊക്കെ തീർന്നിട്ടുണ്ട്, ഇനി പുതിയ കുറച്ച് ക്ലിപ്പ് കിട്ടണം. പുതിയ ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംവാദം നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതുകൊണ്ട് ഒരു 3-4 മാസം അരി മേടിക്കാം. അപ്പൊ അത് മൂപ്പര് ക്ലിപ്പുമായിട്ട് നടക്കുന്ന ആളാണ്. എന്റെ ക്ലിപ്പാണ് അധികം ഇട്ടതെന്ന് ഞാൻ അറിഞ്ഞത്. കുന്നുകര സംവാദ വ്യവസ്ഥ എഴുതാൻ പോയപ്പോ തൗഹീദ് തകർന്നു എന്ന് നൗഷാദ് ഹസന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നു എന്നാ. അതാ CD മൊത്തം കണ്ടാലേ. എന്റെ അടുത്തൊരു സുഹൃത്ത്, വളരെ അടുത്തൊരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് ഇദ്ദേഹം ആ കുന്നുകര സംവാദ വ്യവസ്ഥയുടെ CD-യുടെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം പിറ്റേ ദിവസം എന്നെ വിളിച്ചു, അല്ല ഫാരിസി ഇങ്ങനൊരു ക്ലിപ്പ് കാണിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ ക്ലിപ്പല്ല സർ, ഞാൻ നിങ്ങൾക്ക് ആ CD എത്തിച്ചു തരാന്ന് പറഞ്ഞു. ഉടനെ വടുതലയിലുള്ള പ്രവർത്തകരെ വിളിച്ചിട്ട് ആ CD എത്തിച്ചു കൊടുത്തു. അദ്ദേഹം CD കണ്ടപ്പോ കാര്യം മനസ്സിലായി. അപ്പൊ ഇത്തരം കുതന്ത്രങ്ങൾ നടത്തുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂവാറ്റുപുഴക്കാരൻ നൂറുദ്ദീൻ ലബ്ബാദാരിമി, അദ്ദേഹം
നാരിയത്ത് സ്വലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് അനസ് തയ്യാറായി ചെന്ന് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതിയതിൽ നൂറുദ്ദീൻ ലബ്ബ എന്തൊക്കെയോ പറഞ്ഞല്ലോ. ഇസ്തിസ്കലി ഉമ്മത്തിക്ക എന്ന് പറയുന്ന ആ സംഭവത്തിൽ ശിർക്കില്ല എന്ന് ലബ്ബാദാരിമി പറഞ്ഞതിന്റെ ക്ലിപ്പിട്ട് കുറച്ച് സ്ഥലത്ത് മൂപ്പര് നടന്നു. അത് എവിടെ അങ്ങോട്ട് ഗ്രിപ്പായില്ല. കാരണം ലബ്ബാദാരിമി അദ്ദേഹം തൗഹീദ് പറഞ്ഞപ്പോ നമ്മുടെ സ്റ്റേജുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാദത്തിന് അദ്ദേഹം ചില മാറ്റങ്ങൾ ഉണ്ടായപ്പോ അദ്ദേഹം നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റേജുകളിലൊന്നും അദ്ദേഹം കയറുന്നില്ല. അദ്ദേഹത്തോടും നമുക്ക് വിരോധമല്ല, അദ്ദേഹത്തിന് നമ്മളോടും വിരോധമല്ല, അദ്ദേഹത്തിന് ആരോടും വിരോധമല്ല. അത് ക്ലിക്കാകാതെ വന്നപ്പോ ഇനി പുതിയ കുറച്ച് ക്ലിക്കുന്നതിന്റെ പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്, ഇതും ഇതിനപ്പുറവും ഇവര് കേൾക്കും. ഇവര് ഇല്ലാക്കഥ പറഞ്ഞ് നുണ പറഞ്ഞ് പരത്താൻ ഇത്രയും പിഴച്ച കൂട്ടര് ലോകത്തില്ല. ഒരു സംഭവം കൂടി ഞാനങ്ങ് പറഞ്ഞുതരാം. പെരുമ്പാവൂര് പള്ളിക്ക് സ്ഥലം വാങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ ഇവര് ടാർഗറ്റ് ചെയ്തിരുന്നു. എന്നെ അടുപ്പിക്കാതിരിക്കാൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് പറ്റൂല. അവസാനം ഇത് കയ്യിൽ നിന്ന് പോകുമെന്ന് കണ്ടപ്പോ പുതിയൊരു നമ്പർ, ഒരു വലിയ നേതാവ്, സംസ്ഥാനത്തെ വലിയൊരു ഹോജ, മൂപ്പരാണ് ഇപ്പൊ പലർക്കും ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. ഇദ്ദേഹം എറണാകുളത്ത് ഒരു മീറ്റിംഗിൽ പറഞ്ഞു, കുവൈറ്റിൽ നിന്നും 1.5 കോടി രൂപയുടെ ഒരു ഫണ്ട് കിട്ടാമെന്നൊരു ധാരണ വന്നതാണ്. പിന്നെ അത് പെരുമ്പാവൂരുള്ള നമ്മുടെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ കുവൈത്തിലേക്ക് വിളിച്ചതും മുടക്കി. അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ബാക്കി പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് പള്ളി പണിയാമായിരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സംശയിച്ചത് എന്നെ. ഞാൻ ഈ വിവരോട്ട് അറിഞ്ഞിട്ടില്ല. കൂട്ടത്തിൽ നിന്ന് ഒരാള് പോരുന്ന വഴി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മൗലവി നിങ്ങൾ കുവൈത്ത് പോലെ ആരെങ്കിലായിട്ട് ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞത് PN ആയിട്ട് എനിക്ക് പരിചയമുണ്ട്. നല്ല പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞത് നല്ല പരിചയമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മൂപ്പര് ചെയ്യുമോ? ഞാൻ പറഞ്ഞു അതെനിക്കറിയാൻ പാടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അത് കാരണം കൊണ്ട് എനിക്കത് അറിയാൻ പാടില്ല. അത് സംഘടനാ ബേസിൽ പറഞ്ഞാലല്ലേ നടക്കുള്ളൂ, അല്ലാതെ ഞാനങ്ങനെ പറഞ്ഞാലെങ്ങനെ നടക്കുക? അപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത് ഇത് ഉള്ളിൽ വെച്ചിട്ട് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പെരുമ്പാവൂർ വന്നതിന് ശേഷം എന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം കേട്ടു, ശരിയാണോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ വാ വിളിക്കും, എന്റെ വായ മനസ്സറിഞ്ഞിട്ടില്ല. ഇവിടെ ആകെ PN-ഉമായിട്ട് നല്ല പരിചയമുള്ളത് ഒന്ന് ഞാനാണ്, ഒന്ന് മുബാറക് മദനിയാണ്. പൈമറ്റത്തെ കോയാക്കുട്ടി മൗലവിയുടെ മകൻ മുബാറക് മദനി കുറച്ചാൾ കുവൈത്തിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ ഉള്ളത് സലീം ഫാറൂഖിയാണ്. ഞങ്ങൾ 3 ആളാ പരിചയമുള്ളത്. സലീം ഫാറൂഖി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ സംഘടനാ പക്ഷത്ത് നിൽക്കുന്ന, കോക്കസ് പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. മറിച്ച് പിന്നെ മുബാറക് മദനി ആണെങ്കിൽ മുബാറക് മദനി നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. എന്നാൽ ഈ മുബാറക്കിനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ മുബാറക്ക് വായ മനസ്സറിഞ്ഞിട്ടില്ല. സലീം ഫാറൂഖി എന്തായാലും പറയില്ല. പിന്നെ പറയാനുള്ളത് ഞാനാണ്. ഞാൻ അവസാനം PN-ന്റെ നമ്പർ സംഘടിപ്പിച്ച് പറഞ്ഞു, സർ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, എന്താണ് സംഗതി? അപ്പൊ ചോദിച്ചു ആരാ എന്നെ വിളിച്ചേ? PN-ന്റെ അടുത്ത് ചോദിക്കും ആരാ? ഞാൻ പറഞ്ഞു സർ ഇങ്ങനൊരു വർത്താനം കേൾക്കുന്നുണ്ട്. മൂപ്പര് പറഞ്ഞു അങ്ങനെ ഒരു ഫണ്ട് കൊടുക്കാന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കോൾ ഉണ്ടായിട്ടില്ല. സാധാരണ നിലക്ക് വല്ല ഫണ്ടൊക്കെ വരുമ്പോ ഓരോ ജില്ലയിലും ഓരോരുത്തർ വിളിക്കുന്ന കൂട്ടത്തിൽ എറണാകുളം ജില്ലയിലെ ഇന്ന വലിയ ഹോജാനെ ഞാൻ വിളിക്കാറുണ്ട്, കൂട്ടത്തിലൊന്ന് വിളിച്ചു എന്നല്ലാതെ. ഞാൻ പറഞ്ഞു സാർ ആ 75 ലക്ഷം രൂപ കൊണ്ടൊന്നും ഇവിടെ പറ്റൂല. ഇവിടെ 27 സെന്റ് സ്ഥലമുണ്ട്, അതിന്റെ മണ്ണ് മാറ്റി അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറും മദ്രസയും ഫസ്റ്റും സെക്കൻഡും ഫ്ലോറും പള്ളിയായിട്ട് എടുക്കണമെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു 1.5-2 കോടി രൂപയെങ്കിലും അതിന് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കാലോ. പക്ഷെ എന്നെ വേറെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ സൽമാൻ, വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലാന്നോ. പക്ഷേ പ്രവർത്തകരുടെ ഇടയിൽ എന്നെ ഒരു മുടക്കിയാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവമായിട്ട് മാറി. അവസാനം ഈ പള്ളിയുടെ വിഷയത്തിന് തീരുമാനമില്ല എന്ന് കണ്ടപ്പോൾ ഒരിക്കൽ തദിക്കറ നടത്തിയപ്പോൾ ആമുഖ ഭാഷണത്തിൽ ഞാൻ പരസ്യമായിട്ട് ഈ വിഷയം പറഞ്ഞു. ഒരു പള്ളിയുടെ വിഷയത്തിൽ കൊല്ലം 3 ഇതുവരെ ഒരു തീരുമാനമില്ല, അതുകൊണ്ട് നാട്ടുകാരൊന്ന് ഇടപെടണം, നിങ്ങളെ ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് KNM തദിക്കറ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തദിക്കറ സെപ്പറേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ആലുവക്കാരൻ ഒരുത്തൻ പിന്നെ അവിടെ പള്ളിയിൽ സ്ഥിരമായിട്ട് ഖുത്ബ നടത്തുന്ന ആളാണ്. മുജാഹിദുകളാരും അങ്ങോട്ട് പോകാറില്ല, യാത്രക്കാർ അബദ്ധം പറ്റി കയറി പോണേണ്. ഇവൻ അവിടെ കയറി നിന്നിട്ട് ഇങ്ങനെ ഒരുപാട് കുരച്ചു, വല്ലാതെ കണ്ട് എന്നിട്ട് വല്ലാതെ അങ്ങോട്ട് പറഞ്ഞു. ഞാനുണ്ടായില്ല, ഞാൻ വേറെ സ്ഥലത്ത് പ്രോഗ്രാമിലായിരുന്നു, ഞാൻ പ്രതികരിക്കാനും നിന്നില്ല. പിന്നീട് ഇതുവരെ അവരവിടെ തദിക്കറയല്ല ഒരു തരികിട അവർ നടത്തിയിട്ടില്ല, അവർക്ക് അതിന് പറ്റിയില്ല. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പ്രവർത്തകരുടെ ഇടയിൽ പ്രചരണം അടിച്ചുവിട്ട. കാരണം 10 പിരിയത്തെ വാദപ്രതിവാദം കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള ഇസ്ലാഹി പ്രവർത്തകരായ മുജാഹിദുകൾ വല്ലാതെ നോക്കിയിരുന്ന ഒരു സംവാദമാണ്. അത്
ഈ പിന്നെ 2 റൂമിലും ആളുകൾ കയറി ഇസ്ലാഹ് റേഡിയോയിലൂടെയും അത് കേട്ടു. കേട്ടവരും കണ്ടവരും വിളിച്ചു പറഞ്ഞും മെസ്സേജ് അയച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് കേട്ടവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിക്കായി. ഈ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി ഈ നസീറുദ്ദീൻ റഹ്മാനി വളരെ പ്ലാനിംഗ് ആയിട്ട് പോയെന്നാണ് ഇതുവരെ പലരും പറഞ്ഞ് ഞാൻ കേട്ടത്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മനസ്സിലായോടത്തോളം അദ്ദേഹം പ്ലാനിങ്ങിലാണ് പോയത് എന്നാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവസാനം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ നമ്പറിൽ വിളിച്ച് ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് അദ്ദേഹം ചെല്ലുന്ന ടൈമാണ്. ഞാൻ പറഞ്ഞു, റഹ്മാനി ഫാരിസിയാണ്, നിങ്ങളെ ചീത്ത പറയാൻ വിളിക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കിയ ഹക്ക് എന്താണോ, എവിടെയാണ് നമുക്ക് തെറ്റിയിട്ടുള്ളത്, അത് നിങ്ങളൊന്ന് പറഞ്ഞത്, നിങ്ങളൊന്നൊരു വാക്ക് പറയാമായിരുന്നല്ലോ. പറഞ്ഞാൽ നമുക്ക് തിരുത്തായിരുന്നു. നമുക്ക് തിരുത്താൻ നമ്മൾ എപ്പോഴും തയ്യാറാ. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്തണം, നമ്മളെല്ലാം തിരുത്തും. പക്ഷെ നിങ്ങളാ മനസ്സിലാക്കിയ സത്യം എന്താന്ന് അതൊന്നും നിങ്ങൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ. അപ്പൊ മൂപ്പനോട് ഞാനിപ്പോ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് വിളിക്കണമെന്നില്ല, ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി തന്നെ ഇരുന്നോട്ടെ. ആളുകൾ ഇനി വിളിച്ചെന്ന് പറയണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൊബൈലിൽ നിന്ന് എന്നെ ഒന്ന് മിസ് കോൾ തന്നാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്നിട്ട് ഇതുവരെ വിളിച്ചില്ല. ഇന്നലെ രാത്രി അനുജന്റെ നമ്പറിലേക്ക് ഞാനൊന്ന് വിളിച്ചു. പിന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞു രാവിലെ മൂപ്പര് മലപ്പുറത്തേക്ക് പോയി എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ റഹ്മാനിയുടെ വിഷയത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് കഴിയുമ്പോൾ വേറെ പലതും കേൾക്കും. കാരണം പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി ഈ തൗഹീദി പ്രബോധന രംഗത്ത് വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പലരെ പുറത്താക്കിയിട്ടും പുറത്താക്കാതെ തന്നെ പലരും പുറത്തോട്ട് മാറി നിന്നിട്ടും തൗഹീദി പ്രബോധനം വളരെ ഭംഗിയായി 2012 ഈ പ്രശ്നങ്ങൾ ഉണ്ടായി. ജക്കരിയ സ്വലാഹിയെയൊക്കെ മാറ്റി നിർത്തുന്നതിന്റെ മുമ്പും എങ്ങനെ നടന്നിരുന്നു, അതിനേക്കാൾ ശക്തമായി ഇപ്പോ വളരെ മോശമായ രൂപത്തിലാണല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ പറയും. ജിന്നൂരികൾ എന്നാ വിളിക്കുക. എന്താണ് അതിൽ നിന്ന് ഊരിയത് എന്ന് മനസ്സിലായില്ല. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഇരട്ടപ്പേര് വിളിക്കുക എന്നുള്ളത് വളരെ ചീത്തയായ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ പറഞ്ഞതാണ്. ഇവർക്കെന്ത് മഹ്ശറ, ഈ കൂട്ടർക്കെന്ത് മഹ്ശറ, മാത്തപ്പൻ എന്ന് മഹ്ശറ എന്നാണ് ആദ്യം ചോദിക്കാറുണ്ടായിരുന്നത്. ഇപ്പൊ ഈ കൂട്ടർക്കെന്ത് മഹ്ശറ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. മാത്രവുമല്ല, ഇതിനപ്പുറമുള്ള പ്രചരണങ്ങൾ ഇനി നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മെസ്സേജുകളും ഇത്തരത്തിലുള്ള ഊഹങ്ങൾ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ആ വിഷയം അങ്ങോട്ട് വിട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രദേശത്തെ അല്ലെങ്കിൽ ജില്ലയിലെ നമ്മുടെ പ്രധാനപ്പെട്ട 1-2 ആളുകളെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഗതി ഉണ്ട്, അതിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിച്ചറിഞ്ഞിത്താ എന്ന് പറയാം. അപ്പൊ അവര് ആരെപ്പറ്റിയാണോ പറഞ്ഞത്, എന്താണ് കേട്ടത്, അവിടെ ബന്ധപ്പെട്ടത് പറയും. എല്ലാവരും ചറവറ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ വിളിക്കുന്നവർക്ക് പ്രയാസം, അറ്റൻഡ് ചെയ്യുന്നവർക്ക് പ്രയാസം. ഞാൻ പറഞ്ഞില്ലേ, സംവാദത്തിന്റെ അന്ന് എന്റെ മൊബൈലിലേക്ക് 38ഓളം മിസ് കോൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരുപാട് കോള് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി സുധീർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ഫേസ്ബുക്കിൽ, സത്യത്തിൽ ഫേസ്ബുക്ക് ഞാൻ നോക്കിയിട്ടില്ല, ഫേസ്ബുക്കിൽ നിങ്ങളുടെയൊക്കെ പേര് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. ആരുടെയൊക്കെ പേരെന്ന് ചോദിച്ചപ്പോ ഒന്ന് ബാദുഷാ ബാക്കവിയുടെ പേരുണ്ട്, അതുപോലെ ഒന്ന് ഷാഫി സബായുടെ പേരുണ്ട്, ഒന്ന് പിന്നെ മൂസ സൊലാഹിയുടെ പേരുണ്ട്, ഒന്ന് എന്റെ പേരുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാദുഷാ ബാക്കവിനെ വിളിച്ചു. അപ്പൊ ബാക്കവി പറഞ്ഞു, ഞാൻ അതിന് മറുപടി അന്നേരം തന്നെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മൂസ സലാഹിനെ വിളിച്ചപ്പോ പറഞ്ഞു, അങ്ങനെ ചില മെസ്സേജ് ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടു, ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അതങ്ങനെ കിടന്ന് പറഞ്ഞോട്ടെ, വാദപ്രതിവാദം പരാജയപ്പെട്ടതിന്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഷാഫി സബാഹിനെ എനിക്ക് കിട്ടിയില്ല, പിന്നെ ഉള്ള ആള് ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറണമെങ്കിൽ ആദ്യം ഞാൻ അറിയണമല്ലോ, ഞാനും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ കളവ് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഊഹാഭോഗങ്ങൾ പ്രചരിപ്പിക്കുന്ന വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം അതാ പക്ഷത്തുണ്ട്. എന്നാൽ നമ്മുടെ പ്രവർത്തകരായ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മറിച്ച് നമ്മുടെ അമൽ ഒരിക്കലും അങ്ങോട്ട് കൊടുക്കരുത്. ഒരു കാരണവശാലും നമ്മുടെ അമൽ അങ്ങോട്ട് കൊടുക്കരുത്. അത് ഏറ്റവും വലിയ ഒരു അപകടമാണ്, നമ്മുടെ അമൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇസ്ലാമികമായ രീതിയിൽ മാത്രം അത് കൈകാര്യം ചെയ്യുക, അതിന് മറുപടി കൊടുക്കുക, ഇസ്ലാമികമായ രീതിയിൽ മറുപടി കൊടുക്കുക.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇവര് നടത്തുന്ന മുഖാമുഖം അതുപോലെ ഇവരുടെ പരിപാടിയിലൊക്കെ വളരെ മോശമായ പ്രയോഗങ്ങൾ ഇങ്ങനെ നടത്താം. ഹുസൈൻ സലഫിനെ കളിയാക്കിയില്ല പാട്ടുകാരൻ, ആ പാട്ടുകാരൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അതുപോലെ തന്നെ പല രൂപത്തിൽ ഇനിയിപ്പോ മറ്റേ ഈ മജീദിന് ഡോക്ടറേറ്റ് കൊടുത്ത പോലെ നമ്മുടെ അനസിനൊരു ഡോക്ടറേറ്റ് കൊടുക്കണം. ക്ലിപ്പ് മുറിക്കണേലുള്ള ഡോക്ടറേറ്റ്, സ്വന്തം ക്ലിപ്പ് മുറിച്ച് ജോയിന്റ് ചെയ്തിട്ട് ഒറ്റ ക്ലിപ്പാക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി ഓൻ്റെ അടുത്തുണ്ട്. വല്ലാത്ത കുരുത്തം കെട്ട സ്വഭാവമാണത്. പക്ഷേ അവരൊക്കെ ഏത് വിഷയത്തിൽ അവരങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടോ അവർക്കൊക്കെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഒരു തിരുത്താറുള്ള ഒരു അവസരം കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആദർശത്തിൽ ഉറച്ചു നിൽക്കാനും ആ ആദർശത്തിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിക്കാനും കാരുണ്യവാനായ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കാം. മറിച്ച് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തത് കണ്ടു എന്ന് നമ്മൾ പറയേണ്ടതില്ല. മറ്റൊരാൾ പറഞ്ഞാൽ അത് കേട്ടാൽ തന്നെ എന്ത് കേൾക്കേണ്ടതില്ല, അത് കേൾക്കാൻ നമ്മുടെ കാത് നമ്മൾ കൊടുക്കേണ്ടതില്ല. പ്രത്യേകിച്ച് വളരെ മോശമായ ചില പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ചില ദുസ്സൂചനകളുള്ള പരാമർശം ഒരു വ്യക്തിയെ പറ്റി ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞു. ഒരിക്കലും അത് നല്ലതല്ല. നമ്മുടെ ആളുകൾ ആരും അത് ചെയ്യേണ്ടതില്ല. ഊഹങ്ങളെ നമ്മൾ പിൻപറ്റേണ്ടതില്ല. ഇന്ന ബഅളൽ തന്നെ ഇസ്മുൻ, കാരണം അധികം ഊഹങ്ങളും പാപങ്ങളാണ് എന്നാണ്. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിന്? ഏതൊരു വ്യക്തി ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാലും ആ പോയ ആൾക്ക് പോയി എന്നല്ലാതെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് വേറെന്ത് പ്രശ്നം? ഒന്നും പേടിക്കാനില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന, സഹാബത്ത് പഠിപ്പിച്ചു തന്ന, അവരിൽ നിന്നും താബിഈകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കൃത്യമായ തൗഹീദിന്റെ അടിപതറാത്ത ആദർശത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒന്നും നമ്മൾ ആ വിഷയത്തിൽ ഭയപ്പെടേണ്ടതില്ല. ഇനി തൗഹീദിൽ നിന്നും ആരെങ്കിലും തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫഹു അത്തൈറു ഔ തഹ്വീ ബിഹി റിഹു ഫീ മക്കാനിൻ ശഹീഖ്. അള്ളാഹു പറഞ്ഞ അതാണ്. പക്ഷികൾ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് തള്ളിവിടും. ആദർശത്തിന് വ്യതിചലിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ടായാൽ കാറ്റവനെ വിദൂരതയിലേക്ക് തള്ളിയിടുകയും അവൻ ആകാശത്തുനിന്ന് പിടിവിട്ടവനെ പോലെയാകും. കാറ്റവനെ വിദൂരതയിലേക്ക് തള്ളിയിടും, പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും. അത് സത്യത്തിൽ സംഭവിച്ചു എന്നതാണ്. കാരണം പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ നമ്മുടെ ബഹുമാന്യനായ സഹോദരൻ അനീഫ് കായക്കുടിയുടെ വക മലക്കുകൾ പ്രാർത്ഥന കേൾക്കും എന്നിടത്തെത്തി, ജിന്നുകൾ കേൾക്കുമെന്നെത്തി. അതുപോലെ തന്നെ മടവൂരി ചാരൻ എന്ന ആ പേരിൽ അറിയപ്പെടുന്ന ബഹുമാന്യനായ സഹോദരൻ നാസർ സുല്ലമി അദ്ദേഹം പറഞ്ഞതെന്താ? പിശാച് മനുഷ്യന്റെ മനസ്സറിയുന്ന, പിശാച് മനുഷ്യൻ, അത് പച്ചയായ ശിർക്കാണ്. ആ ഒരു വിശ്വാസം തന്നെ മനുഷ്യന്റെ മനസ്സറിയുന്നത് അള്ളാഹു മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നത്, ഒരു ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് പിശാച് അപ്പൊ തന്നെ ഇടപെട്ട് അത് കൊടുക്കണ്ടെന്ന് തീരുമാനിപ്പിക്കും. അത് പിശാച് അറിഞ്ഞതല്ല. ഈ ജാതി ഉദാഹരണങ്ങളാണ് ഏറ്റവും വലിയ അപകടം. മലക്ക്, ജിന്ന്, മനുഷ്യര്, മരിച്ചുപോയവർ, ഇവരാരും പ്രാർത്ഥന കേൾക്കൂല എന്ന് അള്ളാഹു പച്ചയായിട്ട് പറഞ്ഞു. നമ്മുടെ KNM-ന്റെ തലപ്പത്തിരിക്കുന്ന സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി പോലും ഈ വിഷയത്തിൽ ഫോൺ വിളിച്ചൊരു പയ്യൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? പ്രാർത്ഥന അള്ളാഹു മാത്രമേ കേൾക്കൂ എന്ന. ഇപ്പൊ അവിടുത്തെ തെറ്റി അനീഫ് തിരുത്തി എന്നാണ് കേട്ടത്. അത് ശബ്ദം കേൾക്കൂന്നാ പറഞ്ഞതെന്നാ. പിന്നെ ഫൈസൽ മുസ്ലിയാരെ വിമർശിച്ചത് എന്തിനാ? ഫൈസലിന് ക്ലിപ്പിട്ടത് എന്തിനാ? അപ്പോ മുവഹിദുകളായ ആളുകളിൽ ശിർക്കാരോപിച്ചുകൊണ്ട് ശിർക്കിലേക്ക് പോയ ആളുകളാണ് അവരെ തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോ പിടികിട്ടാതെ വരുമ്പോ, ഗ്രിപ്പ് നഷ്ടപ്പെടുമ്പോ സ്വാഭാവികമായും ഇവരെന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള മോശമായ കുപ്രചരണങ്ങൾ അഴിച്ചുവിടും. ഇത് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ആ ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തിൽ തന്നെ മുനാഫിക്കുകൾ നടത്തിയ ഒരു കുതന്ത്രമാണത്. വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകാനാണല്ലോ ഐഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദ പ്രചരണം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ച് ലോക ചരിത്രത്തിൽ
മനുഷ്യ ചരിത്രം കണ്ട നല്ല മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യരായ ഒരു വലിയ വിഭാഗം ആളുകളുടെ മനസ്സിനെ അങ്ങേ അറ്റം പ്രയാസപ്പെടുത്തിയ ഒരു സംഗതിയാണത്. നമ്മളുടെ നിലവിലുള്ള മുന്നേറ്റത്തിൽ നിന്നൊന്ന് തടയിടാൻ, ഇസ്ലാമികമായ മുന്നേറ്റത്തിന് തടയിടാൻ, തൗഹീദി പ്രബോധന രംഗത്ത്, സുന്നത്തിന്റെ പ്രബോധന രംഗത്തുള്ള ശക്തമായ മുന്നേറ്റത്തിന് തടയിടാൻ ഇത്തരത്തിലുള്ള ഊഹാഭോഗങ്ങൾ പ്രചരിപ്പിക്കുകയും സ്വാഭാവികമായും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇത്തരത്തിലുള്ള ഒരു കുപ്രചരണം നടത്തുന്നതിനിടയിലാണ് ഞങ്ങളെ കുറെ ആളുകളെ പല സ്ഥലത്തും പല പ്രോഗ്രാമും ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ തോന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി പരിപാടി വേണോ? സ്വാഭാവികം മാത്രമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ എന്താവും, പരിപാടി കുറയും, പരിപാടി നിൽക്കും, പ്രബോധന പരിപാടികളൊക്കെ അങ്ങനെ നിൽക്കും. ഇവരുടെ ലക്ഷ്യം അതാണ്, ദഅവത്ത് തടുക്കുക, അത് മുടക്കുക എന്നുള്ളതാണ്. കാരണം എറണാകുളം ജില്ലാ ദഅവ സമ്മേളനം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു, ഡേറ്റൊക്കെ പ്രഖ്യാപിച്ചതിന്റെ പബ്ലിസിറ്റി തുടങ്ങി ആയതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഇവരൊരു എറണാകുളം മണ്ഡലം സമ്മേളനം പ്രഖ്യാപിച്ചു. അത് മാറ്റിയിട്ട് പിന്നെ വിവാഹപ്രായത്തിന്റെ സമ്മേളനമാക്കി മാറ്റി. എന്തിനാണ് ഈ പാടുപെടുന്നത്? ഒന്നാലോചിച്ച് നോക്കി. അപ്പൊ ഇത് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കപട വിശ്വാസികൾ ചെയ്ത അതേ തന്ത്രം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് സന്മാർഗം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു കാരണവശാലും നമ്മുടെ അമലുകൾ അങ്ങോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. വിമർശിക്കാം, ആദർശപരമായി വിമർശിക്കാം, ആശയപരമായി വിമർശിക്കാം, അവർ പറയുന്ന ആശയം വഴിപിഴച്ചതാണ് എന്ന് സമർത്ഥിക്കാം, എന്നിട്ടോ നമ്മുടെ യഥാർത്ഥ ആശയം അവിടെ മുമ്പിൽ വെച്ച് മനസ്സിലാക്കി കൊടുക്കാം. അതല്ലാതെ അവർ ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ വ്യക്തിഹത്യ നടത്തുന്ന, വ്യക്തിപരമായി അവഹേളിക്കുന്ന മോശമായ പദപ്രയോഗങ്ങളോ മോശമായ സമീപനങ്ങളോ ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത് ഇനിയിപ്പോ ഞങ്ങളുടെ 4 പേരുടെ പേരല്ലേ കേട്ടിട്ടുള്ളൂ, ഇനി വേറെ പലരുടെയും പേര് കേൾക്കും. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ സക്കരിയ സലാഹി തന്നെ KNM-ലേക്ക് മടങ്ങിയാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന്. സക്കരിയ സലാഹി മരിച്ചുപോയാലും ഈ സംഘം മുന്നോട്ട് പോവുമല്ലോ. സക്കരിയ സലാഹി ചിരഞ്ജീവിയൊന്നുമല്ലല്ലോ. എത്രയോ മുൻഗാമികളായ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ മർഹൂം ഉമർ മൗലവി റഹിമഹുല്ല എന്ത് നല്ല മനുഷ്യനായിരുന്നു. ഉമർ മൗലവി ഇവർക്ക് കണ്ണിലെ കരടായിരുന്നു. ആ ഉമർ മൗലവിയെ പറ്റി ദുബൈ ഇസ്ലാഹി സെന്ററിൽ വന്നിട്ട് TP അബ്ദുള്ള കോയ മദനി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. KNM എന്ന സംഘടന സംഘടിതമായി ദഅവത്ത് നടത്തിയിട്ട് ആളുകളിൽ ഉണ്ടായ മാറ്റത്തിന്റെ ഇരട്ടി ഉമർ മൗലവി എന്ന ഒറ്റയാനിലൂടെ മാറിയിട്ടുണ്ട്. ഇത് കേട്ട എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു, പറഞ്ഞ TPയുടെ കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ ഉമർ മൗലവി ഇവർക്ക് കണ്ണിലെ കരടായിരുന്നു എന്നതൊരു സത്യമാണ്. ആ ഉമർ മൗലവി മരണപ്പെട്ടു പോയി. ഇപ്പോ എല്ലാവരും ഓരോ വ്യക്തികളുടെയും കാര്യം ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ പരസ്പരം തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഇത്തരത്തിലുള്ള ഊഹങ്ങളുടെ പിന്നാലെ നമുക്കതിനൊന്നും സമയമില്ല. ഈ ഊഹത്തിന്റെ പിന്നാലെ പോകാനുള്ള സമയം നമുക്കില്ല. നമുക്കുള്ള സമയം പരമാവധി ദഅവത്തിന് വേണ്ടി വിനിയോഗിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് ഈ ആദർശം മനസ്സിലാക്കി ഈ ആദർശത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ അപാരമായ ഒരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ വിഷയമുണ്ടായപ്പോൾ സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു എന്നത് അതോടൊപ്പമുള്ള വലിയൊരു അനുഗ്രഹമാണ്. ഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ നോക്കിയാൽ നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കുക സാധ്യമല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കുക. അള്ളാഹുവിന്റെ വരാനിരിക്കുന്ന ആ ശക്തമായ ആ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് നമ്മൾ മനസ്സുരുകി ഒറ്റയ്ക്കിരുന്ന് കരയുക. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെ പലപ്പോഴും നിന്നെ ഭയന്ന്
നിറയെ കണ്ണീരൊഴുക്കി ഹൃദയത്തിന് ശാന്തിയേകുന്ന 2 കണ്ണുകൾ അള്ളാഹുവേ നീ എനിക്ക് തരണേ എന്നാണ്. എന്റെ കണ്ണുനീര് രക്തവും അണപ്പല്ലുകൾ തീക്കട്ടയുമായി തീരുന്നതിന്റെ മുൻപ് നിന്നെ ഓർത്ത് കരയുന്ന 2 കണ്ണുകൾ നീ എനിക്ക് തരണേ എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് പിന്നെ പല ഭാഗത്തും ഗാനമേള നടക്കുന്നു, സിനിമാറ്റിക് ഡാൻസ് നടത്തുന്നു, സിനിമാ തിയേറ്ററിൽ ആളുകൾ പോകുന്നു, അതുപോലെ തന്നെ പിന്നെ കോമഡി ഫെസ്റ്റിവൽ നടക്കുന്നു. പല പരിപാടിക്കും വേണ്ടി ചെറുപ്പക്കാരും മുസ്ലിം ചെറുപ്പക്കാരും താത്താമാരും പട്ടുറുമാലായിട്ടും മൈലാഞ്ചിയായിട്ടും കുട്ടിപ്പട്ടുറുമാലും പൊട്ടംപട്ടുറുമാലായിട്ടും ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഇതൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും കേൾക്കാനും പഠിക്കാനും പള്ളിയുമായി ബന്ധപ്പെടാനും ദഅവത്തുമായി ബന്ധപ്പെടാനുമുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥ അള്ളാഹു തന്നത്, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെന്താ നമുക്ക് കിട്ടാനുള്ളത്? നാളെ മരണാനന്തര ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു വകയുണ്ടല്ലോ. മറിച്ച് ഈ ദുനിയാവിൽ ആണ്ടുകിടക്കുന്ന ഈ ആഘോഷങ്ങളുടെയും അതുപോലെ തന്നെ ഈ ആനന്ദത്തിന്റെയും പിന്നാലെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ എന്താ? അവർക്ക് പരലോകത്തെ പറ്റി ചിന്തിക്കാനൊരു അവസരം അവർക്കില്ല, അവർക്ക് ചിന്തിക്കാൻ പറ്റണില്ല. അവർ ദുനിയാവിന്റെ പിന്നാലെയാണ്. മറിച്ച് ഈ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ചർച്ച ചെയ്യാൻ, അതൊന്ന് കേൾക്കാൻ, ഒന്ന് പഠിക്കാൻ, അതൊന്ന് പകർത്താൻ, അങ്ങനെ ഒരു അവസരം അള്ളാഹു തന്നതാണ്. കാരണം ഇതൊന്നും നമ്മുടെ ആരുടെയും കഴിവല്ല. ലൗലാ ഫദലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല. അത് അല്ലെങ്കിൽ നല്ല രൂപത്തിലാകുമായിരുന്നില്ല, ശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അപാരമായ ആ കൃത്യമായ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ മാർഗത്തിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഭൗതികമായ ഒരു നേട്ടവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഭൗതികമായിട്ടൊന്നും കിട്ടൂല, ഒന്നും ശരിക്ക് കിട്ടാനും പോണില്ല. മറിച്ച് ഭൗതികമായി ഒരുപാട് പ്രയാസങ്ങൾ, പ്രവാചകന്മാരുടെ ചരിത്രം അത് പ്രയാസത്തിന്റെ ചരിത്രമാണ്. സഹാബത്തിന്റെ ചരിത്രം അത് പ്രയാസത്തിന്റെ ചരിത്രമാണ്. താബിഈകളായ ആളുകളുടെ ചരിത്രം അതൊക്കെ പ്രയാസത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രങ്ങളാണ്. മറിച്ച് സുഖലോലുപതയുടെ ചരിത്രം അത് യഥാർത്ഥ ആ ദീനിയായ നിഷ്ഠയും ചിട്ടയും ഉള്ളവർക്ക് കിട്ടാൻ പോണില്ല. യഥാർത്ഥ ആദർശത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ ഉണ്ടാകൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ടായ പരീക്ഷണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ പരീക്ഷണം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ പരീക്ഷണം, സഹാബത്തിനുണ്ടായ പരീക്ഷണം, എത്രയോ പരീക്ഷണങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല ആളുകൾ. ബദറിൽ പങ്കെടുത്തില്ല, ബയ്യത്തുൽ റിദ്വാനിൽ പങ്കെടുത്തില്ല, ഇങ്ങനെ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായി. സത്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരായിരുന്നു അല്ലെ? അപ്പോ അതൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവര് തിരുത്തി. ഇത് വിശദീകരിച്ചു കൊടുത്താലും ഇത് എന്ത് ചെയ്യുന്നില്ല, തിരുത്താൻ തയ്യാറാകുന്നില്ല. ഇത് വിശദീകരിച്ചു കൊടുക്കുന്തോറും ഈ കാട്ടിയാതിയുടെ സ്വഭാവം കാണിക്കുക. കാന്തപുരത്തിന്റെ ആളുകൾ ഇവരെക്കാൾ ഭേദമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്താൽ കാന്തപുരത്തിന്റെ ആളുകൾ ഇപ്പൊ മുടക്കാൻ നിൽക്കാറില്ല, മറിച്ച് ഇവരാണത് മുടക്കാൻ നിൽക്കാറുള്ളത്. കോക്കസിന്റെ ആളുകൾ ഇപ്പോൾ അത് മുടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏതെല്ലാം രൂപത്തിൽ തടുക്കാൻ കഴിയുമോ മുടക്കാൻ കഴിയുമോ. മാത്രമല്ല ഏറ്റവും രസകരമായൊരു വസ്തുത ഉണ്ടായെന്ന് പറഞ്ഞാല്, കഴിഞ്ഞ വർഷം മുതൽ ഉംറ സർവീസ് തുടങ്ങി. ഞാനും അബ്ദുൽ കരീം ബാക്കവിയും കൂടെ ആയിട്ടാണ് അതിന് പോകാൻ വേണ്ടിയിട്ടൊരു ഗ്രീൻ ലാക്ക് ഉംറ സർവീസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള സജി മുസ്തഫക്കാട് മകൻ സജിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സർവീസ് തുടങ്ങിയപ്പോൾ ഇപ്പറഞ്ഞ കോക്കസുകാർ ചെന്നിട്ട് സജി മുസ്തഫാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സൽമാൻ ഫാരിസിനെയൊക്കെ നിങ്ങളെ കൂട്ടി ഒരാളെ നിങ്ങൾക്ക് കിട്ടൂല, ഞങ്ങളിതൊക്കെ പൊളിച്ചു കളയുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ പൊളിച്ചോളാൻ പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു. മാത്രമല്ല എന്നിട്ട് അഷ്റഫ് കോയ സുല്ലമീന അമീറായിട്ട് കൊണ്ടുവന്നു, ഞങ്ങൾ കുറെ ആളുകളെ തരാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 12 ആളെ കൊണ്ടുവന്നതിൽ 8 ആളുകൾ 1000 രൂപ വെച്ച് കുറവ് കിട്ടും ഒരു സുന്നി ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞപ്പോ അവര് നേരെ അങ്ങോട്ട് പോയി. അവരുടെ തൗഹീദിന്റെ ആ ആദർശം കാണണം. എന്നിട്ടോ വളരെ മോശമായ വിമർശനങ്ങളൊക്കെ നടത്തിയിട്ട് ഇപ്പോ ഉംറ സർവീസ് ഞങ്ങൾക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് KNM ഉംറ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഉംറ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പെരുമ്പാവൂർ വെച്ചിട്ടുള്ള ബോർഡ് ഞാൻ ഇന്നാ കണ്ടത്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് KNM-ന് വേറെ ഉംറ സർവീസില്ല, ഈ ഒരു ഉംറ സർവീസ് മാത്രമേ ഉള്ളൂ.
നമ്മൾ KNMന്റെ ഉംറ സർവീസ് എന്ന് വെച്ചിട്ടില്ല. ഗ്രീൻ ലാക്ക് ഹോളിഡേയ്സ് എന്ന പേരിൽ ഒരു ടൂറിസം പരിപാടി അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. ആ പേരിൽ തന്നെ ഒരു ഉംറ സർവീസ് നമ്മൾ നടത്തിയപ്പോൾ ആദ്യം തന്നെ ഇവിടെ പോകാം, ബാക്കി കാര്യങ്ങളൊക്കെ പേപ്പർ വർക്ക് മൂപ്പര് ചെയ്തോളാം, പോക്കും വരവൊക്കെ ഞാനും അബ്ദുൽ കരീം ബാക്കവിയും മതിയിലൊന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോയതാണ്. അതിന് എതിരുവരെ അത് എന്തൊക്കെ ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റോ, എന്തൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റോ, എന്തെല്ലാം കുപ്രചരണങ്ങൾ നടത്താൻ പറ്റോ, ഇതെല്ലാം ഇവർ നടത്തും. ഇവർക്ക് വേറെ ഒരു പണിയില്ല. ഇവരുടെ പിടിവിട്ടു. അബ്ദുൽ ഖാദർ കൊടയത്തൂർ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലം മെമ്പറിൽ നന്നായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. കരിവള്ളിയുടെ പ്രതികരണം പത്രത്തിലൂടെ വന്നത് അതും ഇവർക്ക് കുറുക്കിക്കൊണ്ടു. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ ആമയുടെ ഓട്ടിക്ക് തീ പിടിച്ചിട്ട് ഓടണ മാതിരി ഇവര് പാഞ്ഞു കൊടുക്കണതിന്റെ ഇടക്കാണ് പത്തപ്പെരിയത്ത് ഹൽക്കിന് പിടിച്ചിട്ട് ഫൈസൽ മുസ്ലിയാർ പിടിച്ച ഒരൊറ്റ കുത്ത് അത് കൊടുത്തു കൂടിയിട്ട് ദേ കിടക്കണു. വലിയ ആളായിട്ട് വന്ന ആള് തലയെ കുത്തി താഴെ വീണു. ഇനി പിടിച്ചു നിലയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നടത്തുന്ന തികച്ചും 100% കുപ്രചരണങ്ങൾ മാത്രമാണ്. ഇനി ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതാ ഇന്ന ആള് വന്നു, അവിടെ ഇങ്ങനെ പ്രോഗ്രാം നടത്തിയത്, കല്യാണവും കഴിച്ചു എന്നൊക്കെ വേണമെങ്കിൽ അവര് പറഞ്ഞളയും. അതിലപ്പുറം പറയാൻ ഇവർക്ക് ഒരു മടി ഉണ്ടാവൂല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഈ ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകാതെ തൗഹീദ് സുന്നത്തും പ്രചരിപ്പിക്കുന്ന പ്രബോധന പരിപാടികൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നമ്മൾ അതുമായിട്ട് മുന്നോട്ടങ്ങോട്ട് പോകാം. ഇവര് പറയുന്നതൊരു സൈഡിലൂടെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ പിശാച് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്നും ഒരു മോക്ഷം കിട്ടാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിൽ ഉറച്ചു നിന്ന് പോരാടാൻ, ശിർക്കിനെതിരെ, കുഫ്റിനെതിരെ, ബിദ്അത്തിനെതിരെ, ഖുറാഫാത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിക്കാൻ പരിശ്രമിക്കുകയും നിരന്തരം മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒറ്റക്ക് തഹജ്ജുദ് നമസ്കാരത്തിലൊക്കെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇത്തരം കുപ്രചരണം നടത്തുന്ന, നമ്മളെപ്പറ്റി ഇത്തരം പ്രചരണം നടത്തുന്ന ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അവര് തിരുത്താൻ അവര് ശ്രമിച്ചാൽ അവർക്ക് നല്ലത്. അത് മാത്രമേ നമ്മൾ ആ വിഷയത്തിൽ പറയുന്നുള്ളൂ. അള്ളാഹു അവർക്ക് തിരുത്താൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഊഹാപോഹങ്ങളെ വലിച്ചെറിഞ്ഞ് കൃത്യമായി ഈ മൻഹജു സലഫിന്റെ ഈ പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. സംസാരിച്ചതിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ചുകൊള്ളട്ടെ. ആരോടും വ്യക്തിപരമായി യാതൊരു വിരോധവും നമുക്കില്ല. ആദർശപരമായി ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുക എന്ന ഒരു ഉറച്ച തീരുമാനമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ കരുതിയതാണ്. എന്ത് പ്രോഗ്രാം ഇന്ന് ഉണ്ടെങ്കിലും, എന്ത് പ്രോഗ്രാം ഇന്ന് ബൈലക്സിൽ ഇസ്ലാം ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിലും എന്തായാലും ക്ലാസ്സിൽ കയറണം, ഈ വിഷയങ്ങളൊന്ന് പറയണമെന്ന് മനസ്സിൽ രാവിലെ മുതൽ നിയ്യത്ത് ചെയ്തതാണ്. അൽഹംദുലില്ലാ, അവസരമൊരുക്കി തന്നവർക്ക് നന്ദി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.